ഒരു ലാലേട്ടൻ ഫാൻ ബോയ് ആയിട്ടുള്ള തരുൺ മൂർത്തി ലാലേട്ടന് കൊടുത്ത ഒരു ഫാൻ ബോയ് സംഭവം തുടരും. അത് ഏത് ലെവലിലാണ് തൂക്കിയെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ആ ഒരു കോംബോ വീണ്ടും വരികയാണ്. ലാലേട്ടൻ തരുൺ മൂർത്തി കോംബോയിൽ വരുന്ന അതിമനോഹരം. സ്വാഭാവികമായിട്ടും തുടരും എന്ന് പറയുന്ന ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള ഈ ഒരു സിനിമ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കോംബോ സെയിം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതും തുടരും എന്ന് പറയുന്ന സിനിമയായിരിക്കും ആ ഒരു എക്സ്പെക്ടേഷന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രഷർ തന്നെയാണ് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഇനി അനുഭവിക്കാൻ പോകുന്നത്. അതിമനോഹരത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒപ്പം അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സുകളൊക്കെ പുറത്തു വന്ന സമയത്ത് സത്യത്തിൽ ഇതൊരു തുടരും യൂണിവേഴ്സ് സിനിമ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം അതിന്റെ ടൈറ്റിലിംഗ് ഉൾപ്പെടെ അതിനകത്തെ കാസ്റ്റിംഗ് രീതി ഉൾപ്പെടെ അതിന്റെ പല കാര്യങ്ങളും തുടരും എന്ന് പറയുന്ന സിനിമയുടെ അതേ രീതി അല്ലെങ്കിൽ അതേ സക്സസ് ഫോർമുല റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അതിമനോഹരം എന്ന് പറഞ്ഞ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് വെറുതെ പറയുന്നതല്ല, അതിനുള്ള പ്രൂഫ് ഉണ്ട്. നമുക്ക് നോക്കാം. തരുൺ മൂർത്തിക്ക് തുടരുമെന്ന സിനിമയിലൂടെ ഒരു സക്സസ് ഫോർമുല കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ തരുൺ മൂർത്തിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ഫോർമുലയെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം തുടരുമെന്ന സിനിമയുടെ അതേ ഫോർമുല തന്നെ അതിമനോഹരം എന്ന് പറഞ്ഞ ഈ സിനിമയിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന്റെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ലാലേട്ടന്റെ താടി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വൈറലാവുന്ന അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാകുന്നത് ഈ ഒരു സിനിമയുടെ പേരിലായിരുന്നു. നമ്മൾ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലാലേട്ടനെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അത് ഫസ്റ്റ് തന്നെ തരുൺ മൂർത്തി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെ യൂസ് ചെയ്ത് ആ ഒരു താടി എടുത്തതിനെ അത്രയും മാർക്കറ്റിംഗ് പവറോടുകൂടി തന്നെ പുറത്തു വിട്ടു. ആ ഒരു പുറത്തുവിടൽ ആ സിനിമയുടെ ഇനിഷ്യൽ സ്റ്റേജ് തന്നെ ഇനിഷ്യൽ പുഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പുഷിലൂടെയാണ് ഈ ഒരു സിനിമയുടെ ആദ്യ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത്. ലവ് ലെജൻഡ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പോലീസ് ക്യാരക്ടറാണ് ലാലേട്ടൻ ഈ ഒരു അതിമനോഹരം എന്ന സിനിമയിൽ ചെയ്യുന്നത്. ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഒരു പോലീസുകാരൻ എന്നുള്ളൊരു ഫീല് തരുന്ന രീതിയിൽ, അതായത് ഈ ഫീൽ ഗുഡ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു പോസ്റ്ററാണ് ഫസ്റ്റ് ലാലേട്ടൻ്റെ പുറത്തുവിട്ടത്. അത് കണ്ട സമയത്ത് ഈ പറയുന്ന ഒരു തുടരുമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ടൈറ്റിലിൻ്റെയും മറ്റ് കളർ പാലറ്റിൻ്റെയും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് പെട്ടെന്ന് കണക്റ്റ് ആയി. ഏറ്റവും ഫസ്റ്റ് മനസ്സിൽ വന്നത് തുടരുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റാണ്. അപ്പോൾ ആ ഒരു പോലീസ് എലമെൻറ്റും ഇപ്പോൾ എൻ്റെ രീതി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആ ഫൈറ്റ് എല്ലാവരും സ്വീകരിച്ച സാധനമാണ്. ആ ഒരു ബെൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അതേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ വേറൊരു ക്യാരക്ടർ ലവ് ലെജൻഡ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരനായിട്ട് വന്നൊരു പ്രതി ആ ഒരു രീതി മാസ് കാണിക്കുന്നെങ്കിൽ ഈ അതിമനോഹരം വന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ഈ ഒരു പോലീസ് ക്യാരക്ടർ ആ ഒരു രീതിയിൽ ഒരു മാസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടിലാണ് സിനിമ ചെയ്യുന്നതെന്നല്ല, പക്ഷെ ആ ഒരു ഫ്ലേവറാണ് എനിക്ക് ഫസ്റ്റ് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത്. ശബരിമല അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ ആ ഒരു ഇതിൽ മൊത്തം ഭക്തരൊക്കെ ആയിട്ട് ചുറ്റിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ ഒരു പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് പോസ്റ്ററുകളിലും കോമൺ ആയിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവർ നന്നായിട്ട് പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നോർമൽ പോലീസുകാരൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബെൻസ് എന്ന ക്യാരക്ടർ ഒരു പോലീസുകാരനായിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യം കുടുംബ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ ഒരു പോലീസുകാരനായിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാകാം, ആ ഒരു രീതിയിലുള്ള ഒരു പോലീസുകാരനായിരിക്കാം ലവ് ലെജൻഡ് എന്ന് പറയുന്ന അതിമനോഹരത്തിലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ. തുടരുന്ന സിനിമയ്ക്കകത്ത് ഒരു ഫീമെയിൽ കാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ലാലേട്ടനുമായിട്ടുള്ള ഒരു കോംബോ നോക്കുന്ന സമയത്ത് എവർഗ്രീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു കോംബോയാണ് കൊണ്ടുവന്നത് ലാലേട്ടൻ ശോഭന. ആ പേര് തന്നെ ആ ഒരു കോംബോ എത്രത്തോളം ഉണ്ടെന്നുള്ള ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതേ രീതി തന്നെയാണ് അതിമനോഹരം എന്ന സിനിമയ്ക്കകത്തും ലാലേട്ടൻ്റെ പെയറായിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വൈഫായിട്ടാണോ അതോ ഇനി ലവ് ഇൻട്രസ്റ്റ് ആണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, മീര ജാസ്മിൻ. ലാലേട്ടനും മീര ജാസ്മിൻ കോംബോ അതും ഒരു നൊസ്റ്റാൾജിക് കോംബോയാണ്. ആ ഒരു കോംബോയും വീണ്ടും ഈ ഒരു സിനിമയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല കാസ്റ്റിലുള്ള ഈ ഒരു നൊസ്റ്റ് പിടിക്കൽ. തുടരുന്ന സിനിമയ്ക്കകത്ത് മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ആക്ടറിനെ ലാലേട്ടൻ കോംബോ ആയിട്ട് കൊണ്ടുവന്നു. അതൊരു വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെ അതിമനോഹരത്തിലേക്ക് വരുന്ന സമയത്ത് ജഗദീഷ്, മുകേഷ്, സിദ്ദീഖും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ കോംബോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ലാലേട്ടനും മുകേഷും ജഗദീഷൊക്കെ ആയിട്ട് എന്തുമാത്രം കോംബോകളുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിൽക്കില്ലല്ലോ. ആ ഒരു നൊസ്റ്റാളജി ആയിട്ടുള്ള കോമ്പിനേഷൻസ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് സ്ട്രാറ്റജിക്കൽ പരമായിട്ട് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തരുൺ മൂർത്തി എന്ന ഫിലിം മേക്കറുടെ സക്സസ് ഫോർമുലയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് നൊസ്റ്റാൾജിയ. ഇപ്പോൾ ഒരു പുതിയൊരു ആക്ടറിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ആക്ടർ പണ്ട്
ഒരു വലിയ ഹിറ്റായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആരുമായിട്ടായിരുന്നു, കോമ്പിനേഷൻ ആരായിരുന്നു, അത്തരത്തിലുള്ള പണ്ട് കാലത്ത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും കൂടി പുതുതലമുറയ്ക്ക് കൊണ്ടുവന്നിട്ട് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ തന്നെ ആ ഒരു സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന അതേ രീതിയിൽ ആ ഒരു ഫോർമുല എടുത്തുകൊണ്ട് പുതിയൊരു കോമ്പിനേഷൻ, ഒരു കാസ്റ്റിനെ അതിമനോഹരം എന്ന സിനിമയ്ക്കകത്തേക്ക് തരുൺമൂർത്തി എന്ന ഡയറക്ടർ വീണ്ടും കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ 2255 നമ്പർ വണ്ടി നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു അതിമനോഹരം എന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തുടരും എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ ഏകദേശം സെയിം കളർ പാലറ്റ് ആണ്. ഒപ്പം തുടരുമെന്ന ടൈറ്റിലിന് ഒരു ജോയിന്റ് ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവിടെ പൊട്ടി ഇങ്ങനെ ജോയിന്റ് ആവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തോ ഒരു പറവയോ എന്തോ പറന്നു പോകുന്ന പോലത്തെ ഒരു സംഭവം അതിൻ്റെ ഒരു എഡ്ജിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ അത് റൗണ്ട് ഇട്ടിട്ട് എന്തോ സംഭവം ഇരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വട്ടം ഇട്ടിട്ട് പുറത്തു വിടുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ലാലേട്ടൻ തരുൺമൂർത്തി ഒന്നിക്കുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയായിരിക്കാം ഇവർ ഇത് വെച്ച് കമ്പയർ ചെയ്ത് മനസ്സിൽ കാണുന്നത് എന്നുള്ളത്. അതൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. തുടരും എന്ന് പറയുന്ന സിനിമയുടെ മുകളിൽ എത്തിക്കുന്ന ഒരു സിനിമയാക്കി ഇത് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. കാരണം ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഇതുപോലെ വൻ മാസ്റ്റർ ക്ലാസ് ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പലർക്കും കൊണ്ടെത്തിക്കാൻ പറ്റാതെ മൂക്കൂത്തി വീഴുകയാണ് പലരും ചെയ്തത്. അതിപ്പോൾ പൃഥ്വിരാജ് തുടങ്ങി ലോകേഷ് കനകരാജ് വരെ അതിനൊക്കെ ഉള്ള എക്സാമ്പിളാണ്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ മുകളിൽ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ക്രിയേറ്ററിനെയും ഏതൊരു ഡയറക്ടറിനെയും ഫിലിം മേക്കറെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജിത്തു ജോസഫ് ഇവരൊക്കെ അതിനൊക്കെ എക്സാമ്പിളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സിമിലാരിറ്റീസുകളുണ്ട്. ഈ സിമിലാരിറ്റീസുകളെ എല്ലാം തുടരുമെന്ന സിനിമയ്ക്കകത്ത് തരുൺമൂർത്തി യൂസ് ചെയ്തു, അത് സക്സസ് ആയി. ആ ഒരു സക്സസ് ഫോർമുലയെ റിപ്പീറ്റ് ചെയ്താണ് അതിമനോഹരം എന്ന സിനിമയുടെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ട് രീതിയിലായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. തുടരും പോലൊരു സിനിമ ഇറക്കാൻ ശ്രമിച്ചു, മൊത്തത്തിൽ പാളിപ്പോയി എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ടാവാം. തുടരും പോലെ തന്നെ ഒരു വലിയൊരു സംഭവമാണെന്ന് പറയുന്നവരും ഉണ്ടാവാം. ഈ രണ്ട് സൈഡും ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നതുകൊണ്ടും ഉണ്ടാവാം. ലാലേട്ടൻ മീര ജാസ്മിൻ കോംബോ എങ്ങനെ സ്ക്രീനിൽ വരുമെന്നുള്ളതും ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫൺ സൈഡ് ലാലേട്ടൻ, മുകേഷ്, ജഗദീഷൊക്കെ അവരുടെ ഒരു കോംബോ ഒത്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു കോംബോ ഈ ഒരു ജനറേഷനിൽ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു വലിയ സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറാണ്. ലാലേട്ടൻ്റെ ഈ ഒരു കോംബോയെക്കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കോംബോ നമുക്ക് അതും ഇവിടെ നഷ്ടമായിട്ടുണ്ട്. സലീം കുമാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോംബോ എന്ന് പറയുന്നത്, ലാലേട്ടൻ സലീം കുമാർ കോംബോ എന്ന് പറയുന്നത് ഇനിയിപ്പം ഞാനായിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹവും ഈ ഒരു ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവർ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിൽ നിൽക്കുന്നവരായതുകൊണ്ട് അവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാൽ പോലും ഒരിക്കലും നമ്മളുടെ കൺമുന്നിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ മാഞ്ഞു പോവില്ല. കാരണം എപ്പോഴും നമ്മൾ ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ലൈഫിൽ എപ്പോഴും ഒരു വീഡിയോ എങ്കിലും ഇവരെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള പലരുടെയും. ആ കൂട്ടത്തിൽ സലീം കുമാറും ആയിട്ടുണ്ട്. ഈ ഒരു കോംബോയുടെ കാര്യം പറയുമ്പോൾ ഇത് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. റെസ്റ്റ് ഇൻ പീസ് ലെജൻഡ്. ഇത്രയും സിമിലാരിറ്റീസ് ആണ് തരുൺമൂർത്തി ലാലേട്ടൻ കോംബോയിൽ വരുന്ന സിനിമയിൽ തുടരുമെന്ന സിനിമയിൽ നിന്ന് എന്നെ ഇൻസ്പയർ ആയി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കാസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ വൈസ് നമുക്ക് ഈ സിനിമ ഇപ്പോഴും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെ എന്നുള്ള അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉള്ളൊരു സിനിമയാണ് ഇതെന്നുള്ളത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റേഴ്സിൽ നിന്നും അതിൻ്റെ കാസ്റ്റ് ലിസ്റ്റും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അറിയാൻ പോകുന്നത്, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു സിനിമയും സാധാരണ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് തന്നെയായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു പോലീസുകാരൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്, സ്വാഭാവികം. പക്ഷേ ഇത് കാണുന്നവരെന്തായാലും തുടരും എന്ന സിനിമ കണ്ടതുകൊണ്ട് തന്നെ അത് മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യും. ഇനി ഇത് സത്യസന്ധമായിട്ട് അവരിത് സാധാരണ പോലീസുകാരൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ട് ഇത് സാധാരണ പോലീസുകാരൻ്റെ സിനിമയാണെങ്കിൽ തുടരും എക്സ്പെക്റ്റ് ചെയ്ത് പോയവർക്ക് ഇതിലൊന്നും കിട്ടില്ല. അതേസമയം ഇതൊരു കൊച്ചു സിനിമയാണെന്ന് പറഞ്ഞ് തുടരും സിനിമയുടെ ആ ഒരു റേഞ്ചെങ്കിലും എത്തിയാൽ ഈ സിനിമ കയറി കൊളുത്തും. അത്രയും എത്തണ്ട, ആ ഒരു സിനിമ ഒരു മിക്സഡ് റെസ്പോൺസ് കിട്ടിയാൽ തന്നെ ബ്രാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഒറ്റയടിക്ക് കയറിപ്പോവും. അതുപോലെ തന്നെ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിനും ആ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് നിർത്തിവെച്ചു അല്ലെങ്കിൽ എന്തോ സ്ക്രിപ്റ്റ് തിരുത്തുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഷൂട്ടൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഈ മഴയുടെ കേസോ എന്തോ ആയിട്ട് ചെറിയൊരു ഷെഡ്യൂൾ ബ്രേക്കോ എന്തോ ഉണ്ടായിട്ടുണ്ട്. ജൂലൈയിൽ ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യും. 2026 ഡിസംബറിലോ നവംബറിലോ ആ ഒരു സമയത്ത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യും, അതിമനോഹരം. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആഷിഖ് ഉസ്മാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ക്രിസ്മസ് റിലീസൊക്കെ ആയിട്ട്
അതിമനോഹരം എന്ന സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്ഡേറ്റ്സ് വെച്ചിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബെൻസ് ഒരു പോലീസ് ഓഫീസറായിട്ട് വീണ്ടും തൻ്റെ ഫാമിലിക്ക് വേണ്ടിയോ ഫ്രണ്ട്സിന് വേണ്ടിയോ വീണ്ടും ഒരു ഡാർക്ക് പരിപാടിയിലേക്ക് നമ്മളെ ബെൻസ് അല്ലെങ്കിൽ നമ്മളുടെ ലവ് ലെജൻഡ് ഇറങ്ങിത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളത് തന്നെയായിരിക്കാം അതിമനോഹരത്തിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഇത്രയും സക്സസ് ഫോർമുല തുടർന്ന് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്ക്രിപ്റ്റിലും ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പക്കയാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ കാണാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതും തരുമൂർത്തി എന്നുകൊണ്ട് ഡയറക്റ്റ് വാല്യൂ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്തായാലും ഓവർ എക്സ്പെക്ടേഷൻസ് നിങ്ങൾ വെക്കാണ്ടിരിക്കുക. തുടരുമ്പോൾ ഒരു സിനിമയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയെ കമ്പയർ ചെയ്യാതിരിക്കുക. ലാലേട്ടൻ്റെയും തരുമൂർത്തിയുടെയും ഒരു 1.5 ബാങ്കർ എന്നുള്ള ഒരു കോമ്പിനേഷൻ, ആ ഒരു കോംബോ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജി വീണ്ടും ഒന്നും കൂടി നമുക്ക് റീവർക്ക് ചെയ്യുക അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അവരുടെ റീസെൻറ്റ് ഫിലിം വെച്ചിട്ട് അവരുടെ ആ ഒരു സിനിമ അതുപോലെ ആയിരിക്കുമെന്ന് വെക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഏതൊരു ഡയറക്ടറും ഏതൊരു ക്രിയേറ്ററും ഒരിക്കൽ ചെയ്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. മാറ്റി മാറ്റി പുതിയത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വെർഷൻസ് ചെയ്യുക എന്നുള്ളൊരു ഇഷ്ടമുള്ളവരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ആവട്ടെ, ഒരു അതിമനോഹരമായ ഒരു സിനിമയാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. റീസെൻറ്റ് വീഡിയോസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.